ദേശീയപാതയിലെ കാനയിൽ നിന്നും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം പ്രതിസന്ധിയിലായി പ്രദേശവാസികൾ. ചാവക്കാട് തിരുവത്ര അത്താണിയിലാണ് 10ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായത്. മഴ കനത്തതോടെ ദേശീയപാതയ്ക്കായി നിർമ്മിച്ച കാനയിൽ നിന്ന് വെള്ളം ഇവരുടെ വഴിയിലേക്ക് കുത്തിയൊഴുകുകയാണ്. വീടുകളിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതായി. ശക്തമായ ഒഴുക്കുമൂലം സമീപത്തെ മതിൽ ഇടിഞ്ഞു. മറ്റു മതിലുകളും ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ബൈക്ക് പോലും ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. മേഖലയിലെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുവാനുള്ള ഏക മാർഗമാണ് ഈ വഴി. കാനയിൽ നിന്ന് വെള്ളം ശക്തമായി ഒഴുകി ഇവരുടെ വീടിന്റെ തറ വരെ പോകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. വെള്ളം ഒഴുകി വീടുകളിലെ മണ്ണും ഒലിച്ചു പോവുകയാണ്. നിലവിൽ ഈ മേഖലയിൽ ഇവിടെ മാത്രമാണ് ഇത്തരത്തിൽ വെള്ളത്തിന്റെ ഒഴുക്ക്. സംഭവമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ പ്രിയ മനോഹരൻ, മുൻ വാർഡ് കൌൺസിലർ KH സലാം തുടങ്ങിയവർ സ്ഥലത്തെത്തി. ചെയർപേഴ്സൺ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചു. വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. വർക്ക് കംപ്ലീറ്റ് ആകാത്തതിൻ്റെ പേരിൽ ഇവിടെ ഒരു 10-15 വീടുകളോളം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളം മുഴുക്കം അങ്ങോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖം വന്ന് കൊണ്ടുപോകാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയാണിത്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു മതിലിടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടായി. സ്കൂൾ അടച്ചതിൻ്റെ പേരിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവായി. അതുകൊണ്ട് ഇനി അടുത്തത് വീടിൻ്റെ തറക്കല്ലിൽ വരെ മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്, വെള്ളം ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരമാർഗം കാണുക. CCTV ന്യൂസ്, ചാവക്കാട്.